ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളും എബ്രായ ലേഖനം 11-ാം അധ്യായം 5-6 വാക്യങ്ങളും വായിക്കാം. ശേഷം 772 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആകെ 969 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. പ്രൈസ് ലോർഡ്. ഈ രണ്ട് വേദഭാഗങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് തന്ന ഒരു ചിന്തയായതുകൊണ്ട് നിങ്ങളുമായിട്ട് ഈ രാത്രിയിൽ ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒരു ചെറിയ കഴിഞ്ഞ ദിവസമൊക്കെ എന്നെ വളരെ ചിന്തിപ്പിച്ച, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പക്ഷേ എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്നെനിക്കറിയത്തില്ല, എങ്കിലും നിങ്ങൾ ചിലരെങ്കിലും അത് ശ്രദ്ധിച്ച് കാണും എന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ. നമ്മൾ ആ പ്രിയ ജയപ്രകാശിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മുടെ ആ കൂട്ടായ്മയിൽ പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് എന്നെ അധികം ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയുക. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അടുത്ത ദിവസം തൻ്റെ ആ വേർഡിക്റ്റ് വരുന്നു. അടുത്ത വാക്കാണ് എനിക്ക് ഏറ്റവും അതിശയകരമായിട്ട് തോന്നിയത്. അതിശയകരമെന്ന് പറഞ്ഞാൽ, ഒരു ഹൈന്ദവനാകുന്ന പ്രിയപ്പെട്ടവൻ, നമ്മളെപ്പോലെ കർത്താവിനെ അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രിയപ്പെട്ടവൻ്റെ വാക്ക് അതിങ്ങനെയായിരുന്നു: അതെന്താണെങ്കിലും അത് ഫേസ് ചെയ്യാനുള്ള ശക്തി തരേണ്ടതിനു വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെയും ഇന്നും ആ വിഷയം വളരെ ഞാൻ ചിന്തിച്ചു. ആ വിഷയവും നമ്മളിപ്പോൾ വായിച്ച വാക്യവും തമ്മിലുള്ള ബന്ധം എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അത് നമുക്ക് സമയം കിട്ടിയാൽ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വ്യക്തമാക്കാം. എന്നാൽ നമ്മൾ വായിച്ചതാകുന്ന ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, ആ ഹനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നിന്ന് ഞാൻ വായിച്ചപ്പോൾ താഴോട്ട് ചില വാക്യങ്ങളൂടെ ഞാൻ വായിച്ചു. അത് വായിച്ചത് മറ്റൊന്നിനുമല്ല, ആ 5-ാമത്തെ അധ്യായം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ഷോർട്ട് ലൈഫ് സ്റ്റോറീസാണ് അധ്യായത്തിൽ മുഴുവൻ പറഞ്ഞേക്കുന്നത്. കൊച്ചു കൊച്ചു ജീവചരിത്രങ്ങളാണ് നമ്മളവിടെ വായിക്കുന്നത്. പക്ഷേ ആ ജീവചരിത്രങ്ങൾ അവസാനിക്കുന്ന കൊച്ചു ചരിത്രങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതെല്ലാം അവസാനിക്കുന്നത് അതിൻ്റെ 5-ാം വാക്യം, പിന്നെ അവൻ മരിച്ചു. 8-ാം വാക്യം, പിന്നെ അവൻ മരിച്ചു. 11-ാം വാക്യം, പിന്നെ അവൻ മരിച്ചു, ആൻഡ് ഹി ഡൈഡ്. 14-ാമത്തെ വാക്യത്തിലും പിന്നെ അവൻ മരിച്ചു. 17-ാം വാക്യം, പിന്നെ അവൻ മരിച്ചു. 20-ാം വാക്യം, നമ്മൾ വായിച്ചതാകുന്ന 27-ാം വാക്യം, 31-ാം വാക്യം. എന്നാൽ നമ്മൾ വായിച്ചതാകുന്ന 23, 24 വാക്യങ്ങളിലാണ് ഹാനോക്കിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 355 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇത് എബ്രായ വേദപുസ്തകത്തിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ, ഹി വാക്ക്ഡ് വിത്ത് ഗോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. നടന്നു, ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ചിന്തിക്കരുത്
ദൈവം ഇപ്പുറത്തിങ്ങനെ നടക്കുന്നു, ഞാനും ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നു. ആ നിലയിൽ അക്ഷരീകമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല എഴുതിയേക്കുന്നത്. നടക്കുക എന്നുള്ളത് വിശേഷിച്ചൊരു ഹീബ്രൂയിസമാണ്, ഒരു എബ്രായ പദപ്രയോഗമാണ്. അത് പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിന് പ്രസാദമാവണ്ണം നടന്ന്, മറ്റൊരിടത്ത് നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഒത്തിരി വാക്യങ്ങളുണ്ട്. അപ്പോൾ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എബ്രായ ചിന്തയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് അവരുപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് നടക്കുക എന്നുള്ളതിന് അർത്ഥമാക്കുന്നത്. അപ്പൊ ദൈവത്തോട് കൂടെ ഹാനോക്ക് നടന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹാനോക്കിന്റെ ജീവിതം, പ്രത്യേകിച്ച് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ വായിക്കുന്നു, അവന് മെഥുശലേഹിനെ ജനിപ്പിച്ച ശേഷം, അപ്പോൾ ഒരു പ്രത്യേക പോയിന്റ് തൊട്ട് ആ ഒരു കൺവേർഷൻ പീരീഡ് തൊട്ട്, അതാണ് നമ്മളിവിടെ വായിക്കുന്നത്, മെഥുശലേഹിനെ ജനിപ്പിച്ച ശേഷം. അപ്പോൾ 65-ാമത്തെ വയസ്സിലാണ് ഹനോക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഹനോക്കിന്റെ കൺവേർഷൻ നടക്കുന്നത് 65-ാമത്തെ വയസ്സിലാണ്. 65-ാമത്തെ വയസ്സ് തൊട്ട് 300 വർഷങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നത് ഹി വാക്ക്ഡ് വിത്ത് ഗോഡ്. ഞാൻ പറഞ്ഞു, എബ്രായ ചിന്തയിൽ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാനോക്ക് 300 വർഷങ്ങൾ ദൈവത്തെ ഭൂമിയിൽ പ്രസാദിപ്പിച്ചു എന്നാണ് എഴുതുന്നത്. ഇനി എബ്രായ വേദപുസ്തകത്തിൻ്റെ പരിഭാഷയാണ്, ഗ്രീക്ക് പരിഭാഷയാണ് സെപ്റ്റുവജന്റ്. എബ്രായ വേദപുസ്തകത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയാണ്. ആ ഗ്രീക്ക് പരിഭാഷ, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്തിരിക്കുന്നത്. ആ ഗ്രീക്ക് പരിഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ വേദഭാഗം തർജ്ജിമ ചെയ്തിരിക്കുന്നത് ഇതേ പദത്തിലാണ്. ഈനോക്ക് പ്ലീസ്ഡ് ഗോഡ് 300 years. അങ്ങനെ തന്നെ എഴുതിയിട്ടില്ലേ? അതായത് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു 300 വർഷങ്ങൾ. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ്, ആ സമയത്ത് അവിടെ പറഞ്ഞേക്കുന്നത് ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. അപ്പൊ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്നെഴുതിയിരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. എന്നാൽ പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ആ എംഫസിസ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആ 2 വാക്യങ്ങളിൽ ഈ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒരു മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. ലോകത്തിൽ ഒത്തിരി പേര് കാണാതാകുന്നുണ്ട്, അവരുടെ ഡെഡ് ബോഡീസ് പോലും കിട്ടാറില്ല, അത് വേറൊരു വിഷയം. പക്ഷെ അതൊന്നും വലിയ വാർത്തയല്ല, അത്ര വലിയ വാർത്തയല്ല. കാരണം അതൊരു സാധാരണ കാര്യമാണ്, കാണാതാകുന്നുണ്ട് ആൾക്കാരെ. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചേ, ഇവിടെ നമ്മളിരിക്കുന്ന ആരേലും ഈ മീറ്റിങ്ങിന് കഴിയുന്നതിന് മുമ്പേ കാണുന്നില്ല, ഡോറ് തുറന്നു പോയിട്ടുമില്ല എന്നൊന്ന് ചിന്തിച്ച്, എന്തായിരിക്കും ആ വാർത്ത? എന്തായിരിക്കും വാർത്ത? ഇല്ലേ? അത് ഭയങ്കര വാർത്തയായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ,
എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ എഴുത്തുകാരനിൽ കൂടെ ആ വിഷയം എഴുതുമ്പോൾ അദ്ദേഹം എംഫസിസ് ചെയ്യുന്ന കാര്യം എന്താ? മരണം കാണാതെ ഹാനോക്ക് എടുക്കപ്പെട്ടെന്നല്ല എഴുതുന്നത്. പിന്നെയോ ഹാനോക്ക് എന്ത് ചെയ്തു? ശ്രദ്ധിച്ചേ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. എന്നിട്ട് അടുത്തത് അത്രയും കൊണ്ട് നിർത്തുക. മരണം കാണാതെ എടുക്കപ്പെട്ടു, അതിന്റെ കാരണം ദൈവം അവനെ എടുത്തതിന്. പക്ഷെ അത്രയും കൊണ്ട് നിർത്തുക. എന്നിട്ട് അടുത്തത് എന്താ? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അടുത്ത വാക്യവും, അതായത് 5-ാം വാക്യവും 6-ാം വാക്യവും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ആ ലിങ്കിങ് വേർഡ് പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ. അതായത് 5-ന്റെ അവസാനം നമ്മൾ വായിക്കുന്നു, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ. അപ്പോൾ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു എന്ന അത്യത്ഭുതകരമാകുന്ന കാര്യം വിശദീകരിക്കുന്നതിന് പകരം ദൈവാത്മാവ് രേഖപ്പെടുത്തുന്ന എന്താ? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് മരിക്കുന്നതിന് മുമ്പേ നോക്കുക. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്, അതാണ് അവിടുത്തെ വിഷയം. മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്കല്ല വിഷയം. മനസ്സിലാക്കണേ. ഇന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുക. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ആരുടെയാണെന്നൊന്നും പറയുന്നില്ല, ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു. ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ്. ഞാൻ ചിന്തിച്ചു, ഇതെന്താ കളി? എനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയില്ല, ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ ഈ വീഡിയോസിലൊക്കെ. ഒരു മലയാളി പ്രസംഗകനാണ്, പെന്തക്കോസ്തുകാരനാണ്. അടുത്ത 4 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ സംഭവിക്കാനുള്ളത്, അതാ എൻ്റെ ടൈറ്റിൽ എന്താ? അമേരിക്കയിൽ സംഭവിക്കാനുള്ളത്. ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാ. എൻ്റെ പൊന്നെ, ആ കാലത്ത് യൂട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ ഈ മരണം കാണാതെ ഹാനോക്ക് എടുക്കപ്പെട്ടു എന്നുള്ള വിഷയം എന്തോ ഹിറ്റായിരുന്നിരിക്കും അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ അതല്ല ഹിറ്റ്. മരണം കാണാതെ എടുക്കപ്പെടുന്നത് ഒരു പക്ഷേ ഹാനോക്കിനോ കൂടി വന്ന ഏലിയാവിനും കൂടെ കിട്ടും. പക്ഷെങ്കിൽ ദൈവത്തെ പിന്തുടരുന്ന ഏതൊരു ഭക്തനും ഹാനോക്കിനോടും ഏലിയാവിനോടും മോശയോടും പൗലോസിനോടും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമുണ്ട്, അത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളതാണ് എംഫസിസ് ചെയ്തേക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഇനി അതാണ് എബ്രായ വിശ്വാസികളോട് പറയുന്നത്. നോക്കുക, ഒരു പാസ്റ്ററൽ ഹാർട്ടാണ് ഈ ലേഖകനുള്ളത്. ഓഫ് കോഴ്സ് ഇതൊരു പാസ്റ്ററൽ ലെറ്ററാണ്. ഒരു ആ കൃത്യമാകുന്ന ആപ്ലിക്കേഷനാണ് അവിടെ കൊടുക്കുന്നത്. ഹനോക്കിൻ്റെ മരണം കാണാതെയുള്ള ട്രാൻസ്ലേഷൻ അല്ല വിഷയം. പലരും ഭയങ്കര ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട്. 2 സാക്ഷികൾക്ക് വരം നൽകും, അതാരാണ്? ഞാൻ പറയും, എൻ്റെ സഹോദര, അതാരും ആട്ടെ, അവിടെ എഴുതിയിട്ടില്ലല്ലോ. ഇല്ല, പിന്നെ ആരും ആയിക്കോട്ടെ, അത് നിന്റെ കാര്യമല്ല. ഞാൻ അവിടെ നോക്കേണ്ടത് എന്താ? ആ സാക്ഷികൾ മരണം വരെ അവരുടെ ജീവനെ വിലയേറിയതായി കാണാതെ ദൈവത്തിന്റെ സാക്ഷ്യം വഹിച്ചു. അങ്ങോട്ടാണ് എൻ്റെ കണ്ണു പോകേണ്ടത്. അല്ലാതെ അവര് ആരാണെന്നുള്ളത് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്താത്തത് കൊണ്ട് അതെനിക്ക് അറിയേണ്ട കാര്യമില്ല, അതിൻ്റെ വിഷയവുമല്ല. ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
അവരുടെ ജീവിതം എന്തായിരുന്നു, അതിൽ നിന്ന് ദൈവാത്മാവ് എന്നെ എന്താ ടീച്ച് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നോക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ശ്രദ്ധ മാറല് കേട്ടോ. ദൈവത്തിൻ്റെ വചനം എന്നാ പറയുന്നതെന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ആ ഒറ്റ കാര്യമാണ് എംഫസിസ് ചെയ്യുന്നത്. അതായത് ഹാനോക്കിൻ്റെ ജീവിതം എന്നുള്ളത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അവന് കഴിഞ്ഞത് ഇറ്റ് വാസ് ഫ്രം എ പോയിന്റ് ഇൻ ഹിസ് ലൈഫ്, എ പോയിന്റ് ഓഫ് കൺവേർഷൻ. അത് നമ്മൾ വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അതാ, കൺവേർഷൻ തൊട്ടേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. കാരണം റോമാലേഖനം 8-ാം അധ്യായം പറയുന്നുണ്ട്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല, ഇമ്പോസിബിളാ. അതെത്ര ദാനധർമ്മം ചെയ്താലും എന്തൊക്കെ ചെയ്താലും അത് ഇമ്പോസിബിളാണ്. കൺവേർഷനാണ് ഇമ്പോർട്ടൻറ്റ്. കൺവേർഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ഫ്രം ദാറ്റ് പോയിന്റ് ഓൺ വി സ്റ്റാർട്ട് എ ലൈഫ് ഓഫ് പ്ലീസിങ് ഗാഡ്. ഓർ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ എൻ്റെ സമയം പെട്ടെന്ന് പോകുന്നതുകൊണ്ട് മുൻപോട്ട് പോകട്ടെ. ഇവിടെ ഈ ദൈവപ്രസാദകരമാകുന്ന ആ ജീവിതം ഒരു പ്രധാനപ്പെട്ട ദൈവവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളിലാണ് അത് വിശദീകരിക്കുന്നത്. 5-6 വാക്യങ്ങൾ, 2 കാര്യങ്ങളല്ല, ഒറ്റ കാര്യമാണ്. ആ നമ്പർ ഉണ്ടെന്നേ ഉള്ളൂ. അത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ദിവസമൊക്കെ കമ്പൈൽ അല്ലെങ്കിൽ അത് കൂട്ടി യോജിക്കപ്പെട്ട ശേഷം 500 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, 500 എനിക്ക് തോന്നുന്നത് വാക്യങ്ങൾ വന്നത് 1000-ഓളം അല്ലേ ജോഷുവ? 1000-ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വാക്യങ്ങൾ വന്നത്. 500 വർഷം കഴിഞ്ഞപ്പോഴാണ് അധ്യായങ്ങൾ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ആ വാക്യങ്ങളല്ല ഇവിടുത്തെ, നമ്പറല്ല ഇവിടുത്തെ പ്രശ്നം. അവിടെ 5ഉം 6ഉം വാക്യങ്ങളിൽ കാണുന്നത് ഒരു വിഷയമാണ്. അപ്പോൾ ദൈവത്തെ, അവൻ്റെ ജീവിതം എബ്രായ വിശ്വാസികൾ അനുകരിക്കേണ്ടത് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളത് 2 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് എ സർട്ടൻ റിക്കഗ്നീഷൻ ഓഫ് ഗോഡ് ആൻഡ് ഹിസ് ക്യാരക്ടർ. 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം ആരാകുന്നു എന്നുള്ള ആ ഉറച്ച റെക്കഗ്നീഷൻ. 2, ദൈവത്തിൻ്റെ ആ സ്വഭാവം. എന്ന് പറഞ്ഞാൽ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ എന്താണ്? ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഗോഡ് എക്സിസ്റ്റ്, ദൈവമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അല്ലെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലൊന്ന് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. അടുത്തത് എന്താണെന്നറിയാമോ? ദൈവത്തിങ്കലേക്കുള്ള. അപ്പം ബേസിക് ടു കൺവേർഷൻ ഈസ് റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത് ടുവേർഡ്സ് ഗോഡ്. അപ്പോൾ കൺവേർഷൻ്റെ ഒരു പ്രധാന ഘടകം എന്നുള്ളത് റിപ്പൻറ്റൻസ്, മാനസാന്തരം. 2, ദൈവത്തിങ്കലേക്കുള്ള വിശ്വാസം. അപ്പൊ ഈ ദൈവത്തിങ്കലേക്കുള്ള വിശ്വാസം എന്താ? ദൈവം ആരാണെന്ന് ഞാൻ റെക്കഗ്നൈസ് ചെയ്യുക. ഇത് എബ്രായ ലേഖനം എഴുതുന്നത് എബ്രായ തിരുവെഴുത്തുകൾ നന്നായിട്ട് അറിയാവുന്നവർക്കാണ്.
നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാകാതെ, പക്ഷെ അവർക്കിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. കാര്യം എന്നാണെന്നറിയോ? അതിന്റെ കാരണം പുറപ്പാട് പുസ്തകം 3:14 ദൈവം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗം. മോശയുമായിട്ടുള്ള കോൺവെർസേഷനിൽ ഞാൻ ചെന്ന് ആരാ നീ എന്നവർ ചോദിക്കുമ്പോൾ എന്നാ പറയേണ്ടത്? ദൈവം കൊടുക്കുന്ന മറുപടി ഞാനാകുന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? മലയാളത്തിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നതേ ഉള്ളൂ. The only one true God who eternally exists. ഏക സത്യ ദൈവം, നിത്യനായി വിരാജിക്കുന്ന ഏക സത്യ ദൈവം. പ്രിയപ്പെട്ടവരെ, ആദ്യം ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൻ്റെ 2 ഇൻഗ്രീഡിയൻസ് അവിടെ നമ്മൾ വായിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ വിശ്വസിക്കണം ദൈവം ഉണ്ട് എന്ന് പറയുമ്പോൾ ഹാനോക്കിന്റെ ജീവിതവുമായിട്ട് ഈ 5-6 വാക്യങ്ങൾ ചേർത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ 65-ാമത്തെ വയസ്സിൽ ഹാനോക്ക് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. എന്താണെന്നറിയാമോ? He came face to face with a God. He became aware of the true living God. And he is drawing near to that God. ചെറിയ കാര്യമല്ല. അവന്റെ ജീവിതത്തിൽ ആ വലിയ അവയർനെസ് വരിക. എന്താ? I am drawing near to the only true living God who exists. എന്നേക്കും സ്ഥിതനായിരിക്കുന്ന ഇറ്റേണലായിട്ടുള്ള ഒരു ദൈവത്തിങ്കലേക്ക് ഞാൻ ഡ്രോ ചെയ്യുക, ദൈവത്തിന്റെ അടുക്കലേക്ക് വരിക. ഈ അവയർനെസ് ഉണ്ടായിട്ടുണ്ടോ? അവിടുന്ന് ട്രൂ കൺവേർഷൻ തുടങ്ങുന്നത്. I am coming to the God of universe. ആ ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ ആണ് മാനസാന്തരം. I come to that God. മനസ്സിലാക്കണേ? സോ അവിടെ ആ ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചത്? ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഞാൻ വരുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ he changed totally. That pleased God. നമുക്ക് മനസ്സിലാക്കണേ, ഇപ്പം നമ്മുടെ ദൈവം ഇവിടെ ഉണ്ടല്ലേ. എന്നാ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ അറിയിക്കുന്ന ആ ഷെക്കൈനായി ഇപ്പൊ ഇങ്ങോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ റെസ്പോൺസ് എന്തായിരിക്കും? ഒന്ന് ചോദിച്ചേ, എന്തായിരിക്കും അല്ലേ? ഇവിടെയാണ് വിശ്വാസത്തിന്റെ വിഷയം. My day-to-day life, every day of my life, I come to the awareness that I live in the only true living God, and I don't want to do anything, think anything, say anything that will displease Him. ആ ദൈവത്തെ ഡിസ്പ്ലീസ് ചെയ്യുന്ന ഒന്നും പറയാനോ ചെയ്യാനോ എനിക്ക് താല്പര്യമില്ല. അത് കാണുമ്പോൾ God is pleased. മനസ്സിലാവുന്നുണ്ടോ? അതിങ്കലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? പ്രസാദിക്കുന്നത്. രണ്ടാമത്തെ വിഷയം എന്താ? തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യുന്നു? പ്രതിഫലം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒന്ന്, ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറിലേക്ക് വരുന്നു. 2, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവം എന്നുള്ള തിരിച്ചറിവ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ എന്തുകൊണ്ടാണ് അന്വേഷിക്കേണ്ടത്? ഇന്ന് പ്രഭാതത്തിലെ ഞാനൊരു 1011 തോന്നുന്നു
ജീവിച്ചിരുന്ന ഒരു ഭക്തൻ്റെ ഒരു 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 ബുക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്തു. ബെർണാഡ് ഓഫ് ക്ലെറേവോ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ അതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ഇങ്ങനെയാണ്: വൈ ഷുഡ് വി ലവ് ഗോഡ്? അവിടെ തുടങ്ങുന്നത് നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കണം. അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി: വി ഷുഡ് ലവ് ഗോഡ് ബിക്കോസ് ഗോഡ് ഈസ് ഗോഡ്. വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത്? ഉത്തരം: ദൈവം ദൈവമാകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കണം എന്ന്. അതുകൊണ്ടല്ലേ 73-ാം സങ്കീർത്തനത്തിൽ ഒരു ഭക്തൻ എല്ലാം കണ്ടു, ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, ഒടുവിൽ യഹോവയുടെ സന്നിധാനത്തിൽ ചെന്നു. ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നത് നോട്ട് ഫോർ എനി അതർ തിങ്, ഐ വാണ്ട് ഗോഡ്. എനിക്ക് ദൈവത്തെ വേണം, എനിക്ക് ദൈവത്തെ വേണം. നോ വണ്ടർ ഹാനോക്കിന്റെ അവസാനം ദൈവം പറഞ്ഞു, കം ഓൺ മൈ ബോയ്, നിന്നെ മരണത്തിൽ കൂടെ കടത്തിവിട്ടല്ല, അല്ലാതെ ജീവനോടെ ഞാൻ കൊണ്ടുപോകാൻ എൻ്റെ പ്ലാന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുവദിച്ചാൽ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശയാൽ നമ്മുടെ ഹൃദയം നിറയട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. പ്രൈസ് ഗോഡ്. ദൈവമാണ്, ഹല്ലേലൂയ, ദൈവമാണ് പ്രതിഫലമെന്ന് തിരിച്ചറിഞ്ഞവരാ സകല ഭക്തന്മാരും. ദൈവമാ പ്രതിഫലമെന്ന്, വേറെ ഒന്നും അല്ലെന്ന് തിരിച്ചറിഞ്ഞ. അതിന്റെ കാര്യം എന്നാ? അബ്രഹാം തുടങ്ങി അങ്ങനെ. അബ്രഹാം ലോത്തിന്റെ ആ സംഭവത്തിൽ രാജാക്കന്മാരുമായിട്ടൊക്കെ യുദ്ധം ചെയ്തേച്ച് തിരിച്ചു വന്നപ്പം ഒരു കാര്യം ഡിക്ലെയർ ചെയ്തു: എനിക്ക് ഒന്നും വേണ്ട, അബ്രഹാമിനെ നീ സമ്പന്നനാക്കിയെന്നൊന്നും പറയണ്ട, അത്യുന്നതനാകുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ അവൻ സത്യം ചെയ്തെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്: അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും. ആരാ പ്രതിഫലം? ദൈവം. മെഡിറ്ററേനിയന്റെ തീരത്തുള്ള ആ ഒരു ഭൂപ്രദേശമല്ല, ഞാൻ നിന്റെ പ്രതിഫലം. അത് കണ്ടു കഴിഞ്ഞപ്പോഴാ ദൈവമാ പ്രതിഫലം എന്ന് മനസ്സിലാക്കിയപ്പം പിന്നെ എന്താ എഴുതിയേക്കെന്നറിയാം? കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോടും ഇത് തന്നെയാ പറയുന്നത്. ഇതാണ് നമ്മുടെ ചിന്തയെങ്കിൽ ഗോഡ് ഈസ് പ്ലീസ്ഡ്. രണ്ട് കാര്യങ്ങൾ ദൈവത്തിന്റെ ആ സാന്നിധ്യം മനസ്സിലാക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 2, എനിക്ക് ദൈവത്തെ വേണം. മറ്റെല്ലാറ്റിനേക്കാളും ഉപരിയായി എനിക്ക് ദൈവത്തെ വേണം. ഇത് ദൈവസന്നിധാനത്തിൽ ദൈവപ്രസാദകരമായി ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.